എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയാണ് ലളിത കഫേ. ഇവിടെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാതെ വന്ന് കാണാം. പക്ഷെ എൻട്രൻസ് ഫീസ് ഉണ്ട്, അതായത് 60 റുപ്പീസ് അല്ലെ, സോറി 60 ബാത്ത്. ഇവിടുത്തെ 60 ബാത്ത് കൊടുക്കുക, എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ കൂപ്പൺ നമ്മളിവിടുത്തെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിന് ഡിസ്കൗണ്ടഡ് ആയിട്ട് കിട്ടും. അല്ലാത്തവർക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് പോകാം. നമുക്കിത് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ ഗാർഡൻ വൈബിലാണ് നമ്മൾ കയറുന്നത് തന്നെ. മാത്രമല്ല നമുക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ ഫീഡ് ചെയ്യാൻ പറ്റും. ആ സാധനം പിന്നെ എല്ലാവർക്കും അറിയായിരിക്കില്ലേ, പഴയ കലപ്പ. ഒന്ന് കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ കയറിയാ പോരെ. നമുക്കത് നടക്കാം. ഇതിനകത്തൂടെ അപ്പുറത്തോട്ട് വേണം പോകാൻ. അപ്പം ഈ ഒരു കപ്പേറ്റ് എടുക്കാവോ? ഗാർഡൻ വൈബ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എന്താ പറയുക, ഒരു ഫെയറി ടെയിലിൽ ശരിക്കും നടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ശരിക്കും ഫെയറി ടെയിലാണിത്. കയറിയതാണേ. Must visit. ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലൊക്കെയാണ്. ശരിക്കും ഒരു ചാട്ടത്തിലാണെന്ന് തോന്നില്ല കേട്ടോ. അത് വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലൊരു കാർട്ടൂൺസിലൊക്കെ നമ്മളിങ്ങനെ വന്ന് നിൽക്കുന്ന അതേ വൈബാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ചാട്ടത്തിലാണെന്ന് തോന്നില്ല കേട്ടോ. അത് വെള്ളച്ചാട്ടത്തിൻ്റെ ഉള്ളിലൊരു കാർട്ടൂൺസിലൊക്കെ നമ്മളിങ്ങനെ വന്ന് നിൽക്കുന്ന അതേ വൈബാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? താഴെ ഇങ്ങനെ പൂക്കള് പോലെയൊക്കെയാണ് സ്റ്റെപ്സ്. രാവിലെ ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം.
അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ലളിത കഫേയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നോരോന്നേ മെല്ലെ വരും. നമ്മളത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. കഴിച്ച് നോക്കിയിട്ട് പറയുന്നത് എങ്ങനെയാണ്. കാണാൻ നല്ല അടിപൊളിയാണ് കഫേ, പക്ഷെ ഫുഡ് എങ്ങനെയാണെന്ന് അറിയില്ല. ടേസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം. അന്നേരം നമ്മൾ ഫസ്റ്റ് ലളിത കഫേയിലുള്ള ഫുഡാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതിൻ്റെ പ്രസൻറ്റേഷൻ കാണുന്നുണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല രസമല്ലേ. ഓറഞ്ച് കോഫി മിക്സ്, ഇത് ആക്ച്വലി ഓറഞ്ച് ജ്യൂസ് വിത്ത് അമേരിക്കാനോ എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ആക്ച്വലി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സംഭവം നല്ലതാണ്. നല്ല ഓറഞ്ച് ജ്യൂസിനകത്ത് അമേരിക്കാനോ, അതായത് കോഫി ഫ്ലേവറിന് ചെറുതായിട്ട് ആഡ് ചെയ്തിട്ട്, മിൻറ്റിൻ്റെ ടേസ്റ്റ് എനിക്ക് വന്നില്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ സ്റ്റിർ ചെയ്യുകയാണ്, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ്ലി വരത്തുള്ളതെന്ന് തോന്നുന്നു. ദിസ് ഇസ് നൈസ്. നല്ല കാപ്പിയുടെ സ്ട്രോങ്ങാണ്. ഇവരാക്ച്വലി ശ്രദ്ധിച്ചാൽ മതി, ഇവരുടെ എല്ലാ സംഭവത്തിനും അത് കൂടുതൽ ഐസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന പോലെയല്ല, ഇവരാക്ച്വലി മെജോറിറ്റി ഐസാണ്. ഐസ് ഇല്ലാതെ ഒരു കളിയില്ല, അതാണ് ഇവരുടെ ഇത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന കേസാണ്. മോശമല്ല കേട്ടോ. എനിക്ക് ഇത്രയും സ്ട്രോങ് കോഫി ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞാൻ മീഡിയം ഇത് കഴിക്കുന്ന ആളാണ്. ഇത് ലിയമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ബിക്കോസ് ഇറ്റ്സ് എ സ്ട്രോങ് കോഫി. ഓക്കെ, ഞാനെപ്പോഴും മീഡിയം ആണ് ട്രൈ ചെയ്യുന്നത്. ഇത് നമ്മൾ ബാർബിക്യൂ ചിക്കൻ സാലഡ് പറഞ്ഞതാണ്. ഇത് ബേസിക്കലി എഗ് വിത്ത് ക്രാബ് റൈസാണ്. ഇത് പോർക്ക് സ്റ്റീക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ എന്താ പറയുന്നത്, ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം, അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം കൂടുതലായി പോയോ സംശയം. ഞാൻ 3 സാധനം ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഒന്ന് നമ്മൾ ഒരു സ്റ്റാർട്ടറും ഒരു ഐസ്ക്രീം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആക്ച്വലി ഇവരുടെ ചിക്കൻ ബാർബിക്യൂ ആണ്. അതുപോലെ ഫ്ലേവർ ടേസ്റ്റ് ചെയ്യാം. നല്ലതാണ്, പക്ഷെ ഇവർക്ക് കൂടുതൽ മധുര ടേസ്റ്റാണ് ബാർബിക്യൂ. നമുക്ക് ചിക്കനാണ് ബേസിക്കലി നമുക്ക് നോർമൽ തന്നെ വരുന്നത്, പക്ഷെ നമുക്കൊരു മധുരമുള്ളത് ചിക്കൻ സ്റ്റൈലാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത് ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്രാബ് വിത്ത് എഗ് ആൻഡ് റൈസാണ്. ഓക്കെ, ഇവർ ക്രാബ് മീറ്റ് മുട്ടയ്ക്കകത്തിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു ടൈപ്പിൽ കഴിച്ചില്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷെ അത് ക്രാബ് മീറ്റ് സെപ്പറേറ്റ് ആയിരുന്നു. ലെറ്റ് മീ ട്രൈ ദിസ്. ഫൈൻ. നമുക്കൊരു മുട്ടയുടെയും ക്രാബ് മീറ്റിൻ്റെ നോർമൽ ടേസ്റ്റ് അതൊക്കെയാണ് കാര്യമായിട്ട് കഴിക്കുന്നത്. സിമ്പിൾ സംഭവമാണ്. ഇത് ലിയമോൾ ആക്ച്വലി ഓർഡർ ചെയ്തത്. ലിയമോൾക്ക് സിമ്പിളാക്കി സാധനം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്തിരിക്കുകയാണ്. സിമ്പിൾ. ഇതൊരു അങ്ങനെ ഭയങ്കര പ്രോമിനൻറ്റ് ഡിഫറൻസ് ഒന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. And this is something which I ordered. അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാവിലെ ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഐറ്റം ട്രൈ ചെയ്തിരുന്നു. നമ്മുടെ പൊടിയിൽ കഞ്ഞി സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ അവർ അതിനകത്ത് മീറ്റ് ഇട്ടിട്ടാണ് അവരത് വേവിച്ചെടുക്കുന്നത്. അന്നേരം ഇവർക്ക് ഞാൻ ഇന്ന് അവർ കുറച്ചുകൂടി ഒരു സ്പൈസി ഫ്ലേവർ, നമ്മുടെയൊക്കെ ഒരു ടേസ്റ്റ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സ്പൈസിനൊക്കെ കിട്ടും, അങ്ങനത്തെ ഒരു ഫ്ലേവർ വരുന്ന രാവിലെ ഞാൻ കഴിച്ചിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, ഞാൻ ഇച്ചിരി തിരക്കായിട്ട്.
அந்த സ്ഥലത്ത് ഓടി എത്തേണ്ടതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കഴിച്ച് ഞാൻ പെട്ടെന്ന് പോകുമായിരുന്നു. അതായത് വീഡിയോ ഞാൻ എടുത്തില്ല. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അത് അവരുടെ തായ് ആക്ച്വലി ഒറിജിനൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ എന്തായാലും ഇത് ട്രൈ ചെയ്യാണ്. ഓക്കെ, let me try dry ആയിട്ട് നോക്കട്ടെ. ഇത് നന്നായി വെന്തിട്ടുണ്ട്. ലൈക്ക് ചെറിയ ഫ്ലേവറിങ് ആയിരുന്നു. നല്ലതാണ്. ബേസിക്കലി ബാർബിക്യൂ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ആക്ച്വലി അവരുടെ സോസ് കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ലൈക്ക് ഓരോ പല സ്ഥലങ്ങളിലും സോസാണ് അതിൻ്റെ ഡിഫറൻസും കാര്യമായി വരുന്നത്. ആക്ച്വലി ദിസ് ഇസ് നൈസ്. എനിക്ക് ഇത്ര നേരം കഴിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ്. ബാർബിക്യൂ ആണ്. ഓക്കെ, നമുക്കെന്തായാലും ഓക്കെ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. വേറെ അകത്ത് കൊടുക്കാൻ പോസിബിൾ അല്ല. നമ്മളെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ചേട്ടനെ നമ്മൾ തട്ടാൻ പോവാം. ശരിയുണ്ടാവും. ഇതെല്ലാം കവറിനകത്തൊക്കെ ഇട്ടെടുത്താണ് നല്ല സെറ്റായിട്ടാണ്. ഇത് ഈ ഐസ്ക്രീമിന് പ്രത്യേകത പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമുക്കൊരു എന്താ പറയുന്നത് ഓവർ മധുരമില്ല. ഇതിനകത്ത് ആക്ച്വലി നമുക്ക് സാധാരണ കോക്കനട്ട് ഐസ്ക്രീംസ് വരുമ്പം ഒരു മധുരം കൂടുതൽ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കര ടെൻഡർ കോക്കനട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ബേസിക്കലി. ഇത് വളരെ സ്മൂത്താണ്. നല്ല ഓവർ മധുരമില്ല. കാരണം ഇവരുടെ ഒരു സ്റ്റൈൽ ഇവരെപ്പോഴും മധുരം ഭയങ്കര കൂടുതലാണ്. ഇവരെന്നെ ചോദിക്കും ബേസിക്കലി ലോ, മീഡിയം, ഹൈ എന്നുള്ള രീതിയിൽ മധുരം ഇടുന്നതാണ്. ബേസിക്കലി ഹൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇവർ 2 തവി പഞ്ചാര പാനിയൊക്കെ എടുത്ത് ഒഴിച്ചു തരും നമ്മുടെ ഓരോ ജ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. ഇതങ്ങനല്ല. ദിസ് ഇസ് റിയലി നൈസ്. മസ്റ്റ് ട്രൈ ആണ്. ഇവിടെ എനിക്ക് ഇതിനകത്ത് ഞാൻ മസ്റ്റ് ട്രൈ പറയുന്നത് ബാർബിക്യൂ. ദിസ് ഇസ് മസ്റ്റ് ട്രൈ. പിന്നെ കോഫി ഇസ് ഡിഫറെൻറ്റ്. മസ്റ്റ് ട്രൈ ആണ്. ഇതിനകത്ത് നമുക്ക് ആക്ച്വലി ചില പീസും കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ ഇതിനകത്ത് ആക്ച്വലി തേങ്ങയുടെ കഷ്ണങ്ങൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ ട്രൈ. ഇല്ല, അടിപൊളി സാധനം. ഭയങ്കര സ്മൂത്ത്, ഭയങ്കര വലിച്ചു പോവാം. വായിക്കാത്ത തന്നെ എന്താ പറയുക, നമുക്കിങ്ങനെ ഒരു ഇതുണ്ടോ, ഞാൻ ഇതിനെ തൊടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് കംസ് ലൈക്ക് സ്മൂത്തോ ഇതുണ്ടോ, ഭയങ്കര സോഫ്റ്റായിട്ടായിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇത് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇനിയുള്ള പുതിയ ടേസ്റ്റ് ചെയ്യുന്ന ഫുഡുകൾ ഞാൻ കാണിച്ചു. ഓക്കെ, ഇതിൻ്റെ കൂടെ എടുത്തോ. ഹായ്, ഒരു സംഭവം കൂടെ വിട്ടുപോയി. നമുക്ക് ഇതിൻ്റെ കൂടെ ഇവർ കരിക്കും വെള്ളം തന്നിട്ടുണ്ട്. ബേസിക്കലി ഇവർ കോക്കനട്ട് ടെൻഡർ ഐസ്ക്രീം വിത്ത് നമ്മുടെ ടെൻഡർ കോക്കനട്ട് മിൽക്ക് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ കരിക്കും വെള്ളം തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നാട്ടിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ഡിഷായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വി ക്യാൻ ട്രൈ ദിസ്. ബൈ ബൈ. അപ്പോൾ നമ്മൾ ചിയാങ് അടുത്ത ഡെസ്റ്റിനേഷൻ വന്നിരിക്കുകയാണ്. ഇതാണ് ചൈനീസ് ടെമ്പിൾ. ചുറ്റുമുള്ള ചൈനീസ് ടെമ്പിളുകൾ പോലെ അല്ല ഇതുള്ളത്.
ഇത് ചൈനീസ് ലുവ സ്റ്റൈലിൽ പണിതിരിക്കുന്നതാണ്. വൈറ്റ് പഗോഡാസ്, റെഡ് പഗോഡാസ് ഒക്കെ കൊടുത്തിട്ട് ഡിഫറെൻ്റ് ആയിട്ട് പണിതിരിക്കുകയാണ്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഒരു വലിയ ബുദ്ധനെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെപ്പ് കയറാനുണ്ട്. പിന്നെ വലിയ കുത്തനുള്ള സ്റ്റെപ്പൊന്നുമല്ല, നമുക്ക് എളുപ്പത്തിൽ കയറാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ ബുദ്ധൻ്റെ സ്ട്രക്ചറിൽ നിന്നിട്ട് ഓപ്പോസിറ്റിലുള്ള ചൈനീസ് പഗോഡ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാനായിട്ട്. ബുദ്ധനെയും കാണാൻ അടിപൊളിയായിട്ടുണ്ട്. താമരപ്പൂവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന ബുദ്ധൻ. അപ്പം ഈ ഒരു സ്ട്രക്ചറിന്റെ ബുദ്ധന്റെ മുകളിലോട്ട് നമുക്ക് പോകാൻ പറ്റും, നടക്കാം. അല്ലാത്തവരുടെ ലിഫ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ലിഫ്റ്റ് ഓപ്ഷൻ 40 ആണ് പേ ചെയ്യുന്നത്. നമ്മൾ എന്തായാലും കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുള്ളതുകൊണ്ട് 40 ബാർ ടിക്കറ്റ് എടുത്ത് മുകളിലോട്ട് പോവുകയാണ്. 25 നിലയുടെ മുകളിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബുദ്ധന്റെ സ്കൾപ്ചേഴ്സ് കാണാൻ പറ്റും. ബുദ്ധന്റെ കാലഘട്ടത്തിൽ പല കാര്യങ്ങളാണ് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഓരോ കാഴ്ചയും കാണാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നല്ല ഭംഗിയുണ്ട്. വൈറ്റ് കളറിൽ തന്നെ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ 25 നിലയുടെ കാഴ്ച കാണുകയാണ്. ഇവിടുത്തെ ടൗണും കാര്യങ്ങളും പഗോഡയൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. നല്ല ഹൈറ്റിൽ നല്ല തണുപ്പ് വരുന്നുണ്ട്, നാച്ചുറലി തണുപ്പ് വരുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട്. എനിക്ക് ബുദ്ധനെ വളരെ ഇഷ്ടപ്പെട്ടു. പല ബുദ്ധന്മാരും പല മീൻസ് ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ചൈനീസ് ബുദ്ധിസ്റ്റ് അതിനനുസരിച്ചാണ് ഇത് പണിതിരിക്കുന്നത് കൂടെ.
ഷീ ലുക്ക് വെരി ക്യൂട്ട്. അവരുടെ തന്നെ ഒരു ഡ്രസ്സിലാണ് കേട്ടോ നിൽക്കുന്നത്. ഒരു ചൈനീസ് സ്റ്റൈൽ ഓഫ് ഡ്രസ്സ്. നല്ല ഭംഗിയുണ്ടാകും കൊച്ചിനെ കാണാനായിട്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അടുത്ത സ്ട്രക്ചർ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. തൊട്ടടുത്ത ബിൽഡിംഗ് ആണ്. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ എത്തുകയും ചെയ്യും. വരികയാണ്. ഇത് ശരിക്കും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ചൈനീസ് വാസ്തുശാസ്ത്രവും അതുപോലെ തന്നെ തായ് വാസ്തുശാസ്ത്രവും ഇടകലർന്നിട്ടാണ് ഈ ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫുള്ളി വൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി കാർവിങ്സ് കാണാൻ പറ്റും. ഇതിൻ്റെ പല ഫോമ്, പിന്നെ പല കൈദികൾ, എൻലൈറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും സ്ട്രക്ചേഴ്സ് ഇവിടെ കാണുന്നുണ്ട്. ഇവരുടെ ബുദ്ധിസ്റ്റ് സ്ക്രിപ്ചേഴ്സ് അനുസരിച്ചിട്ടാണ് ഇത് കൺസ്ട്രക്ട് ലൈറ്റിടും ഉള്ളിൽ. അപ്പോൾ അത് കാണാൻ ഭയങ്കര ഷൈനിങ് ആണ്, ഭയങ്കര ഭംഗിയാണ്. നമുക്ക് പകലാണ് വന്നിരിക്കുന്നത്. പകൽ തന്നെ ഒരു രക്ഷയില്ല. നല്ല തണുപ്പാണ് രീതിയിൽ പറയാതിരിക്കാൻ വയ്യ. കാം ആൻഡ് പീസ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇവൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള അടുത്ത ഒരു പക്കോടേൻ്റെ ഉള്ളിലോട്ട് നമ്മൾ അങ്ങനെ കയറി പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ തന്നെ 3-4 സാധനങ്ങൾ കാണാനുണ്ട്. കുറച്ച് സമയം എടുക്കും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ഒരു സമയം നമുക്ക് വേണം. പിന്നെ കാണണമല്ലോ, അതിനുള്ളൊരു സമയം എടുക്കും. ഒരു 1 hour നിങ്ങൾ പ്രതീക്ഷിച്ചോളുക. അപ്പോൾ അത്രയും സമയം ഉണ്ടെങ്കിലാണ് നമുക്കിത് കാണാൻ പറ്റുക. ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് മെയിൻ ഡ്രാഗനാണ്. തൊട്ടപ്പുറത്ത് ആ കാണുന്നത് ഫീമെയിൽ ഡ്രാഗൺ ആണ്. അപ്പോൾ ഫീമെയിൽ ഡ്രാഗണും മെയിൽ ഡ്രാഗണും ആണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഉള്ളിലോട്ട് പോയി നോക്കാം. കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് എടുക്കുക, അത് എഡിറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കറിയാം 2-3 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രോയിങ് സ്റ്റേജിലുള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള മടി എന്നുള്ളതും വലിയൊരു ഇതാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചെയ്തൊരു കാര്യം മറ്റൊരാൾ കാണുന്നതും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതും ഒക്കെ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടതിനുള്ള അഭിപ്രായം നിങ്ങൾ പറയാൻ മറക്കരുത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.